എല്ലാവർക്കും നിത്യേനയുള്ള ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി ജയ ഗോപിജന വല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി ജയ ഗോപിജന വല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീരാ വനചാരി യമുന തീരാ വനചാരി ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ. വീഡിയോ ഓഫാണ് പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു, വീഡിയോ മ്യൂട്ടും ആണ് പ്രഭു. കൃഷ്ണ പ്രഭു മ്യൂട്ട് ആണ് പ്രഭു. ഓക്കെ മാം, ജസ്റ്റ് ട്രൈപോഡ് ഒന്ന് തെറ്റിപ്പോയി, വീണു പോയി. ഓക്കെ ഹരേ കൃഷ്ണ. സോറി മാജി ഫോർ ഡിസ്റ്റർബൻസ്. സോറി. നമോ വിഷ്ണുപാദായ കൃഷ്ണകൃഷ്ണായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശകാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസതി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരൂപശ്യ കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കീ ജയ്. ശീല പ്രഭുപാദ് കീ ജയ്. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 ശ്ലോകം 5-6. ഒന്നാം അധ്യായം 5-ാം ശ്ലോകം. ദൃഷ്ടകേതുഷ ചേകിതാന കാശിരാജാശ വീര്യവാൻ പുരുജിത് കുന്തി ഭോജശ്ച ശൈവശ്യ നരപുംഗവ. 6-ാം ശ്ലോകം. യുധമാനുശ്ച വിക്രാന്ത ഉത്തമൗജശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദയാശ്ച സർവ ഏവ മഹാരഥ.
വാക്കർത്ഥം ദൃഷ്ടകേതുവും ചേകിതാനും വീരന്മാരായ കാശിരാജാവും പുരുജിത്തും കുന്തിഭോജനും നരപുങ്കവനായ ശൈബ്യനും. ദൃഷ്ടകേതു, ചേകിതാനൻ, കാശിരാജാവ്, പുരുജിത്, കുന്തിഭോജൻ, ശൈബ്യൻ എന്ന വീരന്മാരായ യോദ്ധാക്കളും അവിടെ സന്നിഹിതരായിട്ടുണ്ട്. 6-ാം ശ്ലോകത്തിന്റെ വാക്കർത്ഥം വിക്രമിയായ യുധമന്യവും ഉത്തമൗജസ്സും സുഭദ്രാപുത്രനും ദ്രൗപദീപുത്രന്മാരും സർവയേവജ എല്ലാവരും മഹാരഥന്മാരാകുന്നു. വിവർത്തനം. കൂടാതെ പരാക്രമിയായ യുദ്ധമന്യു, ബലവാനായ ഉത്തമൗജസ്, സുഭദ്രാപുത്രൻ, ദ്രൗപദിയുടെ മക്കൾ എന്നിവരും യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ്. ഇവരെല്ലാം മഹാരഥന്മാർ തന്നെ. ധ്യാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുമിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ സംഘർഷംദാസരികാരീതി നാമിനി. നമോ പ്രഭുപാദാനുക പ്രേമമൂർത്തി കൃപാത്മനെ ഗൗരദേശ വികാസാർത്ഥ ഉത്തമ ഭക്തിദർശനം. നമോ വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശത്താകുന്നു. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യേവ ച പതീതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. അനന്തകോടി വൈഷ്ണവവൃന്ദ കീ ജയ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 1-ാം അധ്യായത്തിലെ 5ഉം 6ഉം ശ്ലോകങ്ങളാണ്. ശ്രീല പ്രഭുപാദ് 5ഉം 6ഉം ശ്ലോകങ്ങൾക്ക് അദ്ദേഹം ഭാവാർത്ഥം കൊടുത്തിട്ടില്ല. പക്ഷെ ശ്രീല പ്രഭുപാദിന്റെ വിവർത്തനമുണ്ട്. ശ്രീല പ്രഭുപാദിന്റെ പാദാരവിന്ദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കാരുണ്യത്തിന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന്, ഈ വിവർത്തനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വെളിച്ചം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇവിടെ ഭഗവത്ഗീതയില് ഈ ഒരു നമുക്കറിയാം, ഭഗവത്ഗീതയില് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അർജുനൻ യുദ്ധരംഗത്തേക്ക് വരികയാണ്. അർജുനന്റെ തേരാളിയായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയുണ്ട്. അവിടെ വരുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളാണ് സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം സഞ്ജയൻ ഇവിടെ പറയുന്നത് ദുര്യോധനൻ സംസാരിക്കുന്നതാണ്. ദുര്യോധനൻ ദ്രോണാചാര്യരുടെ മുമ്പേ ചെന്ന് സംസാരിക്കുന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുക. ധൃതരാഷ്ട്ര ചോദിച്ചത് എന്റെ പുത്രന്മാരും അതായത് കൗരവരും പാണ്ഡവരും എന്തു ചെയ്തു എന്നാണ്. അപ്പം സഞ്ജയൻ ആ യുദ്ധരംഗത്തുള്ള കാര്യങ്ങള് വിവരിച്ചു കൊടുക്കുകയാണ്. അവിടെ ദുര്യോധനൻ വന്ന് ദ്രോണാചാര്യരോട് ഒരു കാര്യങ്ങൾ സംസാരിക്കുകയാണ്. കാരണം ദുര്യോധനൻ പെട്ടെന്ന്, അദ്ദേഹം രാജാവാണ്, എന്തുകൊണ്ട് പെട്ടെന്ന് തനിക്കും സ്ഥാനം വെച്ച് നോക്കിയാൽ ദ്രോണാചാര്യർ അദ്ദേഹത്തിന്റെ ഗുരുവാണെങ്കിലും രാജാവെന്ന നിലയിൽ രാജാവിന്റെ സേവകനാണ് ദ്രോണാചാര്യർ. പക്ഷെ ദ്രോണാചാര്യരുടെ അടുത്തേക്ക് ചെന്ന് ഈ സംസാരിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് നമുക്കൊരു സംശയം തോന്നാം. അവിടെ ദുര്യോധനൻ പെട്ടെന്ന് സ്തബ്ധനായി പോയി എന്നതാണ് വാസ്തവം. ദുര്യോധനൻ എന്തുകൊണ്ട് സ്തബ്ധനായി പോയി എന്ന് വെച്ചാൽ കൗരവര് വമ്പിച്ചൊരു സേനാവിന്യാസവും പാണ്ഡവര് വമ്പിച്ചൊരു സേനാവിന്യാസവുമായിട്ടാണ് നമ്മുടെ കുരുക്ഷേത്ര യുദ്ധരംഗത്ത് വന്നിരിക്കുന്നത്. കാരണം പാണ്ഡവർക്ക് രാജ്യം ഇല്ല, അവർക്ക് വസിക്കാനുള്ള സ്ഥലങ്ങളും ഇല്ല. എങ്കിലും അവർ ഇത്രയും സേനകളെയും സ്വരൂപിച്ചു. ഒരുപാട് രാജാക്കന്മാരുടെ സഹായം അല്ലെങ്കിൽ അവരുടെ ഒരു
പിന്തുണയും ആർജിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ദുര്യോധനൻ മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കിയിട്ടാണ് ദുര്യോധനൻ തൻ്റെ ഗുരുവും അതേസമയം തൻ്റെ യുദ്ധത്തിന്റെ കമാൻഡറുമായിട്ടുള്ള ദ്രോണാചാര്യന്റെ അടുത്ത് പോയി ഇത് സംസാരിക്കുന്നത്. ഇവിടെ ദുര്യോധനൻ പാണ്ഡവ പക്ഷത്തുള്ള വീര്യന്മാരായിട്ടുള്ള യോദ്ധാക്കളെ കുറിച്ച് ദ്രോണാചാര്യന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഈ പേരുകളൊക്കെ വരുന്നത്. ദൃഷ്ടകേതു, ചേകിതാനൻ, കാശി രാജാവ്, പുരുജിത്ത്, കുന്തി ഭോജൻ, ശൈബ്യൻ, പരാക്രമി യുധാമന്യു, ബലവാനായ ഉത്തമൗജസ്, സുഭദ്രാപുത്രൻ, ദ്രൗപദിയുടെ മക്കൾ എന്നിവരും യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ്. ഇവരെല്ലാം മഹാരഥന്മാരെന്നാണ് പറയുന്നത്. മഹാരഥൻ എന്ന് പറഞ്ഞാൽ ഒറ്റ സമയം 1000 പേരോട് യുദ്ധം ചെയ്യാൻ കഴിവുള്ള യോദ്ധാക്കളെയാണ് മഹാരഥൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഈ വളരെ മഹാരഥന്മാരായിട്ടുള്ള യോദ്ധാക്കള് പാണ്ഡവ പക്ഷത്തുണ്ട് എന്ന് ദ്രോണാചാര്യരോട് ദുര്യോധനൻ സംസാരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പേരുകൾക്ക് എന്താണ് ഇതിനകത്ത് ഇത്രയും പ്രാധാന്യം ഇരിക്കുന്നതെന്ന് നമുക്ക് തോന്നും. ഈ കുറെ പേരുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരും. പ്രത്യേകിച്ച് ശ്രീമദ് ഭാഗവത്തിലൊക്കെ എടുക്കുമ്പം ഒരുപാട് ഈ ലീനിയേജുകൾ പറയുന്നുണ്ട്. ഒരു കുടുംബത്തിലെ ഇന്നയാളുടെ മകനാണ് ഇന്നയാൾക്ക് ഇത്ര മക്കളുണ്ട്, അവരുടെ പേരുകൾ ഇതൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് എന്താണ് ഇതിനകത്ത് പ്രാധാന്യമുള്ളത്? ഇത് നമ്മൾ പഠിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ അത് നമ്മൾ വായിക്കേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് നമുക്ക് ചിലപ്പം ഒരു സംശയം തോന്നും. പക്ഷേ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ശ്ലോകങ്ങളും ഭഗവത്ഗീത എന്നുള്ള ആ ഗ്രന്ഥത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ശ്ലോകങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ ദുര്യോധന ഉവാചയാണ്. ദുര്യോധനാണ് ഇവിടെ സംസാരിക്കുന്നത്. ദുര്യോധനൻ സംസാരിക്കുമ്പം ഇത്തരം പേരുകള് പറയുന്നുണ്ട്. അത് ഭഗവത്ഗീത എന്നുള്ള മഹത്തായ ആധ്യാത്മിക ഗ്രന്ഥത്തിന്റെ ഭാഗമാണ് എന്നത് നമുക്ക് ചെറിയൊരു അതിശയം തോന്നും. കാരണം കൃഷ്ണൻ പറയുന്നതല്ലേ നമ്മൾ പ്രാധാന്യമായിട്ട് എടുക്കേണ്ടത്. അല്ലെങ്കിൽ പോട്ടെ, അർജുനനും കൂടെ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പ്രാധാന്യമായിട്ട് എടുക്കാം. അർജുനന്റെ ചോദ്യങ്ങൾക്കാണല്ലോ കൃഷ്ണൻ ഉത്തരം നൽകുന്നത്. പക്ഷെ ഇവിടെ ദുര്യോധനൻ സംസാരിക്കുന്നത്, ദുര്യോധനൻ നമുക്കറിയാത്ത കുറെ പേരുകളൊക്കെ പറയുന്നത് എങ്ങനെ നമുക്ക് ഭഗവത്ഗീതയുടെ ഭാഗമായിട്ട് എടുക്കാമെന്ന് നമുക്കൊരു സംശയം തോന്നാം. അല്ലെങ്കിൽ അത് എന്തിനാണ് ഭഗവത്ഗീതയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് സംശയം തോന്നാം. ഇവിടെ നമ്മൾ ഭഗവാന്റെയും ആചാര്യന്മാരുടെയും മനസ്ഥിതി നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ, ഒരു വേളയില് ശ്രീല പ്രഭുപാദിനോടും ഇത്തരം ഒരു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ശ്രീല പ്രഭുപാദ് പറയുന്നത്, ഈവൻ അസുരന്മാരുടെ പേരുകളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഭാഗവത്തിലും മഹാഭാരതത്തിലും ഒക്കെ അസുരന്മാരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവരുടെയൊക്കെ പേരുകൾക്ക് ഇത്രയും പ്രാധാന്യം വരുന്നത്? കാരണം ഇതെല്ലാം ഭഗവാനുമായിട്ട് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് എന്നുള്ളതാണ്. ഭഗവാന്റെ ലീലയില് പങ്കെടുക്കുന്ന വ്യക്തികളാണ് ഇവര് ചിലപ്പം അവരുടെ സ്വഭാവം അനുസരിച്ച് ആസുരികമായിട്ടുള്ള പ്രവൃത്തികളായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ അവര് ഭക്തിപരമായിട്ടുള്ള പ്രവൃത്തികളായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഇവരുടെ എല്ലാം പേരുകള് പ്രാധാന്യം അർഹിക്കുന്നത് കാരണം ഇവർക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭഗവാനുമായിട്ട് ബന്ധമുണ്ട്, ഭഗവാന്റെ ലീലകളും അല്ലെങ്കിൽ ഭഗവാന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഇവിടെയാണ് വ്യക്തിപരമായ സിദ്ധാന്തത്തിന്റെ പ്രാധാന്യം ഇരിക്കുന്നത്. നമ്മൾ എപ്പോഴും ഭഗവത്ഗീതയിലും ശ്രീമദ് ഭാഗവത്തിലും ഒക്കെ ശ്രീല പ്രഭുപാദ് പലവട്ടവും പറയുന്നൊരു കാര്യം, മായാവാദം കേൾക്കരുത് എന്ന് പറയാറുണ്ട്. മായാവാദം അല്ലെങ്കിൽ
അവ്യക്തിഗതവാദം എന്ന് പറഞ്ഞാല് എല്ലാത്തിനെയും ഒന്നാക്കി കാണുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ അതെങ്ങനെ നമുക്ക് ചിന്തിക്കാം എന്ന് വെച്ചാല്, നമുക്കിവിടെ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ പറയുന്ന വാക്കുകൾ മാത്രമാക്കാം. അവിടെ അർജുനനെ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം, മറ്റ് സഞ്ജയനെ എക്സ്ക്ലൂഡ് ചെയ്യാം, ധൃതരാഷ്ട്രനെ എക്സ്ക്ലൂഡ് ചെയ്യാം, ഈ ദുര്യോധനൻ പറയുന്ന ഈ പേരുകളെ എക്സ്ക്ലൂഡ് ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ഭഗവത്ഗീത ഈ ശാസ്ത്ര ഗ്രന്ഥത്തില് എല്ലാവരുടെയും പേരുകൾ പരാമർശിക്കുന്നുണ്ട്. എല്ലാവരുടെയും പേരുകൾ പരാമർശിക്കുന്നുണ്ട്. അവരൊക്കെ ഭഗവാന്റെ ലീലയിൽ അവരുടേതായ പങ്ക് വഹിക്കുന്നതും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പം ഈശ്വരനെയും ഈശ്വരന്റെ അംശത്തെയും അവരുടെ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കി എടുക്കുന്നതാണ് വ്യക്തി സിദ്ധാന്തം. നമ്മളെല്ലാവരും നമ്മൾ പിന്തുടരുന്ന ബ്രഹ്മമാധവ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായങ്ങളെല്ലാം വ്യക്തിപരമായിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത്. മായാവാദ സിദ്ധാന്തത്തില് എല്ലാം ബ്രഹ്മമാണ്, ഈശ്വരനുമില്ല, ജീവജാലങ്ങളുമില്ല, അവർക്കൊന്നും വ്യക്തിത്വങ്ങളില്ല, എല്ലാം ബ്രഹ്മമായിട്ട് തീരുന്നു എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് വളരെ പ്രാധാന്യമാണ് ഇത് മനസ്സിലാക്കേണ്ടത്. കാരണം ഈശ്വരനെയും ഈശ്വരന്റെ അംശങ്ങളെയും നമ്മൾ വ്യക്തമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കുകയും അവർ തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ മനോഹാരിത വരുന്നത്. നമുക്ക് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, വെറൈറ്റി ഈസ് ദ മദർ ഓഫ് എൻജോയ്മെന്റ് എന്ന് പറയും. വെറൈറ്റി. അപ്പം ഈശ്വരന്റെ വ്യത്യസ്തമായ ജീവജാലങ്ങള്, ആ വ്യത്യസ്തമായ ജീവജാലങ്ങൾക്ക് ഭഗവാനോട് വ്യത്യസ്തമായ ബന്ധങ്ങളുണ്ട്. ആ വ്യത്യസ്തമായ ബന്ധങ്ങളിൽ ഭഗവാനും ആ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ഇതിനെയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് വ്യക്തിഗത സിദ്ധാന്തം. മറ്റിടത്ത് ഈ ജീവജാലങ്ങളെല്ലാം മാറ്റുകയാണ്. അവിടെ ഈശ്വരനെ വയ്ക്കുന്നുണ്ട്, ഈശ്വരന്റെ നിർദ്ദേശങ്ങളെ. ഒരു മായാവാദി കുരുക്ഷേത്ര യുദ്ധത്തിനെ കുറിച്ച് പ്രാധാന്യമായിട്ട് കരുതത്തില്ല. അവര് കരുതുന്നത് ഇതെല്ലാം മനസ്സിൽ നടക്കുന്ന കാര്യമാണ്, അതൊന്നും പ്രാധാന്യമില്ല. കൃഷ്ണന്റെ ഉപദേശം അവസാനം അവർ പറയും ഞാനും കൃഷ്ണനും ഒന്നാണെന്ന് പറഞ്ഞു തീർക്കുകയും ചെയ്യും. പക്ഷെ അതാണ് മായാവാദം. പക്ഷെ ഇവിടെ നമ്മൾ എത്ര വ്യത്യസ്തമായ പേരുകളാണ് ദുര്യോധനൻ പറഞ്ഞിരിക്കുന്നത്. ദൃഷ്ടകേതു, ചേകിതാൻ, കാശിരാജ, പുരുജു, കുന്തി, ഭോജൻ, ശൈബ്യൻ, അവിടെ തന്നെ 6 പേര് വരുന്നുണ്ട്. പിന്നെ അടുത്ത ശ്ലോകത്തില് കൂടുതൽ യുദ്ധമന്യു 7, 8, 9, 10 പേരുകളാണ് ഈ 2 ശ്ലോകത്തിൽ തന്നെ ദുര്യോധനൻ പറയുന്നത്. ഇതാണ് നമ്മൾ ശീല പ്രഭുപാദ് നമുക്ക് തന്ന സിദ്ധാന്തത്തിന്റെ അന്തസത്ത. നമ്മൾ അവിടെ വ്യക്തിപരമായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിനെയും പിടിച്ച് ഒന്നാക്കി തീർക്കുന്ന ഇതല്ല. ഈശ്വരനുണ്ട്, ഈശ്വരന്റെ വ്യത്യസ്തമായ ജീവജാലങ്ങളുണ്ട്, അവർക്കെല്ലാം വ്യത്യസ്തമായ ബന്ധങ്ങൾ ഈശ്വരനായിട്ടുണ്ട്. അവരോടെല്ലാം നമ്മൾ ആ വ്യക്തിപരമായിട്ട് തന്നെയാണ് ഇടപഴകേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഇന്നലെ ഞങ്ങൾ ബുക്ക് വിതരണത്തിനായിട്ട് നമ്മുടെ ജില്ലാ കോടതിയിൽ പോയിരുന്നു. ജില്ലാ കോടതി, തിരുവനന്തപുരത്തുള്ള ജില്ലാ കോടതിയിൽ പോയിരുന്നു. അവിടെ ഞങ്ങളിങ്ങനെ ബുക്ക് വിതരണം ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു വ്യക്തി നമ്മുടെ അടുത്തേക്ക് വന്നു. അദ്ദേഹം നല്ല പ്രായമുള്ള വ്യക്തിയാണ്, നരച്ച താടിയും മുടിയൊക്കെ കുറച്ച് ഇതായിട്ടുള്ള വ്യക്തി. അദ്ദേഹം ലോയർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് ഇവിടെ വരണം എപ്പോഴും. അദ്ദേഹത്തിന് വളരെ പ്രായമായെന്നാ എനിക്ക് തോന്നുന്നത്. കണ്ടാല് ഏകദേശം 80-85 വയസ്സോളം ഉണ്ടായിരിക്കാം. അദ്ദേഹത്തിന് അപ്പോഴും ആ കോടതിയിൽ അത്രയും വർഷമായിട്ട് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോഴും അവിടെ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മകൻ ഒരു കാറും ഡ്രൈവറും ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് അദ്ദേഹത്തിനെ ഇവിടേക്ക് അദ്ദേഹം വരികയാണ്. അപ്പൊ അവിടെ വെച്ച് നമ്മളെ അദ്ദേഹം കണ്ടു. അപ്പൊ അവിടെ അദ്ദേഹം പറഞ്ഞു താൻ വേദാന്തത്തില് 10-12 പുസ്തകങ്ങളൊക്കെ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വളരെ മാന്യമായിട്ടാണ് അദ്ദേഹം ഇടപഴകിയത്. നമ്മൾ ബുക്ക് കൊടുത്തപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു. എങ്കിലും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു,
വേദാന്തത്തിൽ 10-12 പുസ്തകങ്ങളൊക്കെ അദ്ദേഹം ജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ തിയറി ഓഫ് നോൺ ക്രിയേഷനെ കുറിച്ചുള്ള തിയറി, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പുസ്തകങ്ങൾ എഴുതിയത്. അതായത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നാമരൂപങ്ങളൊന്നുമില്ല, ഒന്നുമില്ല, ഇത് യഥാർത്ഥത്തിൽ ഇല്ല, ഇലൂഷൻ ആണ് എന്ന് പറയുന്നു. അതാണ് മായാവാദ സിദ്ധാന്തം. മായാവാദ സിദ്ധാന്തം പറയുന്നത് നമ്മളില്ല, നമുക്ക് ചുറ്റുമുള്ള ഒന്നുമില്ല, ഈ വസ്തുക്കളൊന്നുമില്ല, എല്ലാം മായ മാത്രമാണ്, ബ്രഹ്മം മാത്രമാണ് സത്യം എന്ന് പറയുന്നത്. ഇതാണ് മായാവാദ സിദ്ധാന്തം. അദ്ദേഹം ഇങ്ങനെ നമ്മളോട് ഇത് സംസാരിച്ചു. അപ്പം നമ്മൾ ഇവിടെ പക്ഷെ ഭഗവത്ഗീതയിൽ നമ്മൾ നോക്കുമ്പം വ്യക്തികൾക്കെല്ലാം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇവിടെ എത്ര വ്യക്തികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് നമ്മൾ ഈ ഒരു സന്ദേശം നമ്മൾ മനസ്സിലാക്കണം. ശ്രീല പ്രഭുപാദ് നമുക്ക് നൽകിയിരിക്കുന്ന സന്ദേശം മനസ്സിലാക്കണം. നമുക്ക് ഓർക്കണം, ശ്രീല പ്രഭുപാദ് തന്റെ ഡെഡ് ബെഡിൽ കിടന്നിരുന്ന സമയത്ത് അദ്ദേഹം ഏകദേശം 1977 അവസാന കാലഘട്ടത്തില് നവംബർ 14 അദ്ദേഹം സമാധിയാവുന്നത്. അതിന് മുമ്പുള്ള ഒക്ടോബർ ആ സമയങ്ങളിലൊക്കെ ശ്രീല പ്രഭുപാദ് തന്റെ എല്ലാ ശിഷ്യന്മാരോടും ഇവിടെ വരാനായിട്ട് പറഞ്ഞു. എല്ലാവരോടും വരാനായിട്ട് പറഞ്ഞു. ഇപ്പൊ ചില ശിഷ്യന്മാര് ചോദിച്ചു, ശ്രീല പ്രഭുപാദ്, നമ്മള് എല്ലാവരോടും പല പല ക്ഷേത്രങ്ങളില് പല പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പല തീരുമാനങ്ങളും പല സേവനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എല്ലാ ഡിവോട്ടീസും അതെല്ലാം വിട്ടിട്ട് ഇവിടെ വരികയാണെങ്കിൽ ആ കാര്യങ്ങൾക്കൊക്കെ എന്ത് സംഭവിക്കും ശ്രീല പ്രഭുപാദ് എന്ന് ചോദിച്ചു. ശ്രീല പ്രഭുപാദ് പറഞ്ഞത് എല്ലാവരും വരട്ടെ, അതെന്തായാലും കുഴപ്പമില്ല, എല്ലാവരും വരട്ടെ എന്നാണ് ശ്രീല പ്രഭുപാദ് പറഞ്ഞത്. എല്ലാവരും വന്നില്ല, പ്രധാനപ്പെട്ട ശിഷ്യന്മാരെ വന്നുള്ളൂ. പക്ഷെ പ്രഭുപാദിന്റെ ആഗ്രഹം എല്ലാ ശിഷ്യന്മാരും എല്ലാ ഭക്തന്മാരും ഇവിടെ വൃന്ദാവനത്തിന് എന്നെ കാണാനായിട്ട് വരട്ടെ എന്നായിരുന്നു ശ്രീല പ്രഭുപാദിന്റെ ആഗ്രഹം. അവിടെ ശ്രീല പ്രഭുപാദ് നമുക്കൊരു വലിയൊരു സന്ദേശം നൽകുകയാണ്. നമ്മള് വ്യക്തിപരമായിട്ടുള്ള ആ ബന്ധങ്ങൾ നമുക്ക് ഇടയിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആരും മായാവാദികളല്ല. എല്ലാം ഒന്നാണ്, എല്ലാം ഒരു കോൺഗ്ലോമറേറ്റ് ആയിട്ട് ഒന്നാണ് നമ്മൾ വിചാരിക്കുന്നില്ല. നമുക്ക് ഈശ്വരനുണ്ട്, ഈശ്വരന്റെ വ്യത്യസ്തമായ ജീവജാലങ്ങളുണ്ട്. ഒരു ജീവജാലത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അടുത്ത ജീവജാലങ്ങൾ. ഒരു ജീവജാലം ഭഗവാനെ സേവിക്കുന്നത് പോലെ മറ്റൊരു ജീവജാലത്തിന് ഭഗവാനെ സേവിക്കാനായിട്ട് സാധിക്കില്ല. അത് നമ്മൾ അംഗീകരിക്കണം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന സേവനമാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് സർവീസ് എന്ന് നമ്മൾ വിചാരിക്കും. ചിലപ്പോൾ നമുക്ക് അംഗീകാരങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാനാണ് ഇവിടെ ഏറ്റവും മികച്ച സേവനം കൃഷ്ണന് ചെയ്യുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ മറ്റ് വ്യക്തികളും ചെയ്യുന്ന സേവനവും അതേപോലെ മികച്ച സേവനം തന്നെയാണ്. ഒരു വ്യക്തി ചിലപ്പം പുസ്തക വിതരണം ചെയ്യുമ്പം അദ്ദേഹത്തിന് കൂടുതലായിട്ടുള്ള അംഗീകാരം കിട്ടും. വേറൊരു ചെറിയ നമ്മൾ അറിയാതെ ഉള്ള ഒരു സേവനം ചെയ്യുമ്പോൾ അത് അത്ര അംഗീകാരം കിട്ടും. പക്ഷെ ഭഗവാന്റെ കണ്ണില് രണ്ട് സേവനവും പ്രാധാന്യമാണ്. ഭഗവാൻ ആ വ്യക്തി ചെയ്യുന്ന സേവനത്തെയാണ് നോക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ ഒന്നാക്കി തീർക്കുക എന്നുള്ളൊരു സിദ്ധാന്തം പറയുന്നത്. ഇത് ഇസ്കോണിലും ശ്രീല പ്രഭുപാദിന്റെ കാലഘട്ടത്തിൽ ശ്രീല പ്രഭുപാദ് ആദ്യം ഒരു സ്ട്രോക്ക് വന്നപ്പോൾ 1967 സ്ട്രോക്ക് വന്നിട്ട് ഇന്ത്യയിലേക്ക് മടങ്ങിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞൊരു ഇസ്കോണിൽ ഒരു പരിപാടി നടന്നു. അതായത് മെയിൻ ടെമ്പിളിന്റെ കീഴിൽ ബാക്കി എല്ലാ ടെമ്പിളും വരിക, ആ ടെമ്പിൾ നിശ്ചയിക്കുന്ന പോലെ ബാക്കി ചെറിയ ചെറിയ ടെമ്പിളുകൾ പ്രവർത്തിക്കുക എന്നുള്ളത്. അതാണ് സെൻട്രലൈസേഷൻ. അത് ശ്രീല പ്രഭുപാദ് അറിയാതെയാണ് അത് വന്നത്. ഇമ്മീഡിയറ്റ്ലി ശ്രീല പ്രഭുപാദ് അത് നോട്ടീസ് ചെയ്തപ്പം ഇമ്മീഡിയറ്റ്ലി ആ ഒരു ഇത് ബാൻ ചെയ്യും. GBCയുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ട എന്ന് വരെ ശ്രീല പ്രഭുപാദ് ആ സന്ദർഭത്തിൽ അത് റെക്ടിഫൈ ചെയ്തു. അവരവരുടെ തെറ്റ് മനസ്സിലാക്കി. പക്ഷെ ആ നടുക്ക് 1971-72 ആ ഒരു കാലഘട്ടത്തിലാണ്
ശീല പ്രഭുപാദ് പറഞ്ഞു. കാരണം എല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കട്ടെ എന്നാണ് ശീല പ്രഭുപാദ് പറഞ്ഞത്. ഒന്ന് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന പോലെ ആകരുത്, എല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കട്ടെ. അവരുടെ ഊർജം, അവരുടെ സമയം അനുസരിച്ച് ഭഗവാനെ അവർ സെർവ് ചെയ്യട്ടെ എന്നാണ് ശീല പ്രഭുപാദ് പറഞ്ഞത്. അപ്പൊ ശീല പ്രഭുപാദ് തന്റെ ജീവിതത്തിൽ ഉടനീളം അവസാന കാലഘട്ടത്തിൽ വരെ ഈ മായാവാദത്തിനെതിരെ എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കുകയും മാത്രവുമല്ല തന്റെ ജീവിത ഉദാഹരണങ്ങളിലൂടെ മായാവാദ സിദ്ധാന്തത്തിനെ പൂർണ്ണമായിട്ട് ഖണ്ഡിക്കുന്ന രീതിയിലാണ് അദ്ദേഹം വന്നത്. നമുക്കറിയാം, ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, മായാവാദ ഭാഷ്യസുനിലെ സർവനാശ്. മായാവാദ ഭാഷ്യം കേൾക്കുന്നത് കൊണ്ട് നമുക്ക് പൂർണ്ണമായ ആത്മീയ പുരോഗതിയിൽ നാശം സംഭവിക്കും. നമുക്കുമുണ്ട് ഇതേപോലത്തെ മായാവാദ ടെൻഡൻസീസ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യുന്നതാണ് ഏറ്റവും ഉന്നതമായ സേവനം, അതിനപ്പുറം മറ്റൊരു സേവനം ഇല്ല എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും. എനിക്കാണ് ഏറ്റവും പ്രാധാന്യം വരേണ്ടത് എന്നും നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. മറ്റുള്ളവരുടെ സേവനത്തെ നമുക്ക് അത് ഇൻസിഗ്നിഫിക്കന്റ് ആണ്, എന്റെ സേവനം മാത്രമാണ് ടോപ്പ്, അല്ലെങ്കിൽ ഞാനും എന്റെ കുറച്ച് ആൾക്കാരും അതാണ് പ്രാധാന്യം, മറ്റൊന്നും പ്രാധാന്യമില്ല എന്നൊക്കെയുള്ള ചിന്താഗതികൾ നമ്മുടെ സേവനത്തിനിടയിലും വന്നു ചേരും. പക്ഷെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജീവജാലങ്ങളും പ്രാധാന്യമുള്ളതാണ്. അവർ ചെയ്യുന്ന സേവനവും അദ്ദേഹത്തിന് ഒരേപോലെ പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ അത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും വൈദിക സാഹിത്യങ്ങൾ എത്ര കഥാപാത്രങ്ങളാണ് വന്നു പോകുന്നത്. നമുക്ക് പേരുകൾ ഓർക്കാൻ പോലും പറ്റാത്തത്രയും കഥാപാത്രങ്ങൾ വന്നു പോരുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഈശ്വരൻ വ്യക്തിയാണ്, അദ്ദേഹത്തിന് എല്ലാവരോടും വ്യക്തിപരമായിട്ട് ഇടപഴകാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളും ആ തലത്തിൽ തന്നെ ആയിരിക്കും മറ്റെല്ലാവരോടും ഇടപഴകുന്നത്. കുറേ കാലങ്ങളായിട്ട് ഈ മായാവാദ സിദ്ധാന്തങ്ങളും ഒക്കെ കേട്ട് നമ്മളുടെ ഹൃദയവും അതേപോലെ ഇരിക്കുകയാണ്. എല്ലാത്തിനെയും ചുരുക്കി കൊണ്ടുവന്ന് ഞാനും ഈശ്വരനും മറ്റാരും ഇല്ല എന്നുള്ളൊരു സിദ്ധാന്തത്തിലേക്ക് കൊണ്ടുവരികയാണ് നമ്മളും ചെയ്യുന്നത്. അപ്പൊ നമ്മളും ഈ ശാസ്ത്രങ്ങളുടെ പഠിക്കുമ്പം ഈ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഈ ശാസ്ത്രഗ്രന്ഥങ്ങൾ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ശീല പ്രഭുപാദിന്റെ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ കാരുണ്യം ഈ മായാവാദത്തെ നമ്മുടെ ഇതിൽ നിന്ന് ഓടിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം. ശീല പ്രഭുപാദ് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജിന്റെ വ്യാസപൂജയ്ക്ക് ഒരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. ഭക്തി സിദ്ധാന്ത സരസ്വതി വ്യാസപൂജയ്ക്ക് എഴുതിയ ഒരു കവിത, അതിലെങ്ങനെയാണ് ശീല പ്രഭുപാദ് പറയുന്നത്, he appeared in Puri. ഇംപേഴ്സണൽ കലാമിറ്റി, എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല. അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, അദ്ദേഹം പുരിയില് വന്നു, ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജ് പുരിയില് വന്നു. അദ്ദേഹം ഇംപേഴ്സണൽ കലാമിറ്റിയെ ഈ ലോകത്തിൽ നിന്ന് അകറ്റി എന്ന് ആ അർത്ഥം വരുന്ന രീതിയിൽ ശീല പ്രഭുപാദ് ഒരു കവിത ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജിന്റെ വ്യാസപൂജയ്ക്ക് എഴുതി. അത് ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജ് ഡിക്റ്റേറ്റ് ചെയ്തപ്പം അത് മനസ്സിലാക്കി, അത് ആ കവിത അദ്ദേഹം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നി. അങ്ങനെ ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജ് തന്റെ ഹാർമോണിസ്റ്റ് ആ ഒരു ഇതില് ഗൗഡിയ പത്രികയില് അത് പബ്ലിഷ് ചെയ്യാനായിട്ട് പറഞ്ഞു. എനിക്ക് ആ വേർഡിങ്സ് കറക്റ്റ് വരുന്നില്ല. ഇംഗ്ലീഷിലാണ് പ്രഭുപാദ് എഴുതിയത്. ഇംപേഴ്സണൽ കലാമിറ്റി ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജ് വന്നപ്പോൾ ഈ അവ്യക്തിഗതവാദമായിട്ടുള്ള ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു അപകടം, അതിനെ അദ്ദേഹം ഒഴിവാക്കി എന്നാണ് ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജ് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് ശീല പ്രഭുപാദിന്റെ പ്രണാമന്ത്രത്തിലും നമുക്ക് ആ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ടല്ലോ. നമോ വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമിനി നമസ്തേ സാരസ്വതി ദേവി ഗൗരവാണി പ്രചാരണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശത്താണ്. നിർവിശേഷമാണ് ഈ മായാവാദം. ഒരു വിശേഷവുമില്ല. അതായത്
ഒരാൾക്കും ഇമ്പോർട്ടൻസ് ഇല്ല, എല്ലാം ഒന്നാണ് എന്ന് പറയുന്നതാണ് മായാവാദം. അവിടെ നാമരൂപങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല, എല്ലാം ഒന്നാണ്, ഒന്നാണ്. പിന്നെ ശൂന്യവാദി വെച്ചാൽ എല്ലാം സീറോ ആണെന്ന് പറയുന്ന ബുദ്ധിസവും മായാവാദവും, ഇത് രണ്ടും അകറ്റി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശം, അതൊക്കെ നിറഞ്ഞ പാശ്ചാത്യ ദേശത്തെ തരണം ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. ഇത് നമ്മുടെ വ്രജസേവ പ്രഭു അതിന്റെ ചാറ്റിൽ അത് എഴുതിയിട്ടുണ്ട്. The absolute is sentient. Thou has proved the impersonal calamities thou has moved. അതാണ് പറയുന്നത്. The absolute is sentient. Absolute എന്ന് വെച്ചാൽ ഭഗവാൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്, അദ്ദേഹത്തിന് ഇമോഷൻസും വ്യക്തിത്വവും ഉണ്ട്. Thou has proved. അദ്ദേഹം വന്നു, ഭക്തിസിദ്ധാന്ത സരസ്വതി വന്നു. ആൾ ഇംപേഴ്സണൽ കലാമിറ്റി, ഈ മായാവാദമായിട്ടുള്ള അപകടം, തോ ഹാസ് മൂഡ്, അതെല്ലാം മാറ്റി എന്നാണ് നമ്മുടെ ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജിനെ കുറിച്ച് ശീല പ്രഭുപാദ് എഴുതിയ കവിതയിൽ ഉള്ളത്. അപ്പം നമ്മൾ ഈ ആചാര്യന്മാര് നമുക്ക് പറഞ്ഞു തരുന്ന ഈ നിർദ്ദേശങ്ങള് വളരെയധികം പ്രാധാന്യമാണ്. ഈ ശ്ലോകത്തിന് ഇത്രയും പേരുകൾ പറഞ്ഞതും നമ്മൾ അതിന്റെ അർത്ഥവും അന്തസത്തയും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരോടും ഇടപഴകുമ്പോഴും അവരെല്ലാം ഈശ്വരന്റെ അംശമാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ അവരോട് അവ്യക്തിഗതമായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ അപരാധപരമായിട്ട് പെരുമാറുകയും ചെയ്യുമ്പം അത് നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഈശ്വരനെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ നമ്മൾ ശാസിക്കും, മറ്റുള്ളവരെ നേരായ വഴിയിൽ വരാൻ വേണ്ടി ശാസിക്കും, ചിലപ്പം നമ്മൾ ഹാർഷായിട്ട് പെരുമാറും. പക്ഷെ അവിടെയെല്ലാം നമ്മുടെ ഹൃദയത്തില് ഇവരെല്ലാം ഈശ്വരന്റെ അംശങ്ങളാണ്, ഈശ്വരന് വളരെ പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളാണ് എന്ന് മനസ്സിലാക്കി അവരോടുള്ള സ്നേഹം നിമിത്തം വേണം നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇതാണ് നമുക്ക് നമുക്കുള്ള അറിവ്. എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാൻ 10 മിനിറ്റ് ഉണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, എനിക്കൊരു സംശയം. നമ്മുടെ ചൈതന്യ ചരിതാമൃതം എഴുതിയിട്ട് എത്ര വർഷമാകും? അതൊന്ന് അറിയാമോ പ്രഭു? എനിക്കിങ്ങനെ വായിച്ചിരുന്ന വർഷം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അതാണ്. ചൈതന്യ ചരിതാമൃതം എഴുതിയിട്ട് എത്ര വർഷമായി എന്നാണ് മദൻ ചോദിച്ചത്. എനിക്കും അത് കറക്റ്റ് ഏത് വർഷം എനിക്കും അത് കറക്റ്റ് പറയാൻ പറ്റും. പക്ഷെ എന്റെ ഒരു കാലഗണന പറയാൻ പറ്റും. ചൈതന്യ മഹാപ്രഭു ഡിസപ്പിയർ ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഇമീഡിയറ്റ് ആയിട്ടുള്ള ഫോളോവേഴ്സ് ഡിസപ്പിയർ ആയ സമയത്താണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വൃന്ദാവനത്തിലേക്ക് വരികയും അത് എഴുതുകയും ചെയ്യുന്നത്. അതായത് സ്വരൂപ് ദാമോദറിന്റെയും മുകുന്ദ ദത്തയുടെയും ഡയറീസിൽ നിന്നാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അത് എഴുതുന്നത്. അപ്പം ഏകദേശം നമ്മളിപ്പം ചൈതന്യ മഹാപ്രഭുവിന്റെ വർഷം 530 സംതിങ് ആയിട്ടുണ്ടെങ്കിൽ മേ ബി നമുക്ക് 400 450 ഇയേഴ്സിന്, അതും 530 ഇയേഴ്സിനൊക്കെ ഇടയ്ക്കൊക്കെ ആയിരിക്കും ഇത് സംഭവിച്ചത്. ചൈതന്യ ചരിതാമൃതത്തിൽ എന്തായാലും എന്റെ ഇൻട്രൊഡക്ഷനിൽ അത് പറയുന്നുണ്ട്. എനിക്ക് ഒറ്റയടിക്ക് അത് പറയാനായിട്ട് പറ്റും. ഇതാണ് കാലഗണന. ഏകദേശം ഒരു 300-നും 500 വർഷത്തിനും ഇടയ്ക്കാണ് ഇത് എഴുതപ്പെട്ടത്. മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ? എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ സംശയമോ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് തോന്നുകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കും. വളരെ നന്നായിരുന്നു. ഒരുപാട് ഡിവോട്ടീസിന്റെ പേര് ഉണ്ടാകും നമ്മുടെ വായിക്കുമ്പോൾ ഭാഗവതത്തിലും ഭഗവത്ഗീതയിലൊക്കെ. അത് എന്ത് എന്നുള്ളതിനെ കുറിച്ച്
വളരെ നന്നായി പ്രഭു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വളരെ നന്ദി പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. Krishna. Thank you, Prabhu. Thank you so much, Hare Prabhu. Hare Krishna. ഹരേ കൃഷ്ണ. മറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നിർത്താമോ ജി? Okay, Prabhu. Okay, Hare Krishna. ഹരേ കൃഷ്ണ. എന്റെ Prabhu. ആ ശരി. ശരി, okay.